ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ഇനി ദിവസങ്ങളുടെ അകലമേയുള്ളൂ. തിരഞ്ഞെടുപ്പിന്റെ കൊടുമ്പിരി കൊള്ളുന്ന ദിനങ്ങളിലേക്ക് പോകുമ്പോൾ CPM-നെ അടിക്കാൻ പ്രതിപക്ഷത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ ആയുധമായി മാറുകയാണ് വീണ വിജയനും എക്സാലോജിക്കും. SFI അന്വേഷണം തടയണമെന്ന വീണയുടെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയതോടെ കേസിന്റെ പോക്ക് ഏത് നിലയ്ക്കെന്ന് പറയാൻ കഴിയില്ല. കരിമണൽ കമ്പനി ഇടപാട് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് തിരിച്ചടി നേരിടുകയാണ്. SFI അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. പക്ഷേ ആ ഹർജി തള്ളുകയായിരുന്നു. ഒറ്റവാക്കിൽ ഒതുങ്ങുന്നതായിരുന്നു കോടതി നടപടി. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണത്തിന് പുറമെ മറ്റൊരു അന്വേഷണം നടത്തുന്നത് ചട്ടലംഘനമെന്നായിരുന്നു എക്സാലോജിക്കിന്റെ വാദം. എന്നാൽ ROCയുടെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ക്രമക്കേടുകൾ കണ്ടെത്തിയെന്ന് SFIയും കോടതിയിൽ വാദിച്ചു. ഇനി ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിലേക്കാണ്. വിധി പ്രതീക്ഷിച്ചത് തന്നെയെന്നാണ് മാത്യു കുഴൽനാടൻ MLA-യുടെ നിലപാട്. കേസ് നൽകേണ്ടിയിരുന്നത് കേരള ഹൈക്കോടതിയിലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കേസ് കേരള ഹൈക്കോടതി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ ഇതായിരുന്നു ശരിയായ രീതി. കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുകയാണ് എന്ന പിണറായി വിജയന്റെയും CPM-ന്റെയും വാദം പൊളിഞ്ഞുവെന്നും ഇനിയെങ്കിലും മുൻ നിലപാട് തിരുത്താൻ CPM തയ്യാറാകുമോ എന്നും മാത്യു കുഴൽനാടൻ ചോദിക്കുന്നു. ഇത് പ്രതീക്ഷിച്ചിരുന്ന ഒരു വിധി തന്നെയാണ്. എക്സാലോജിക്കിൻ്റെ ഡയറക്ടർക്കെതിരായിട്ടാണ്, സിംഗിൾ ഡയറക്ടർ ഒരു സോൾ ഡയറക്ടറായിട്ടുള്ള വീണ വിജയനെതിരായിട്ടാണ് ആ അന്വേഷണം വരുന്നത് എന്നതുകൊണ്ടും അവർ കേരളത്തിൽ സിറ്റുവേറ്റഡ് ആണ് എന്നതുകൊണ്ടും കേരള ഹൈക്കോടതി സമാനമായ ഒരു കേസ് പരിഗണിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യേണ്ടിയിരുന്ന ഒരു കേസായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഫോർ സം റീസൺ ദേ പ്രിഫേർഡ് ടു ഫയൽ ഇറ്റ് ഇൻ ബാംഗ്ലൂർ. ഈ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ്, അല്ലെങ്കിൽ BJP സംഘപരിവാർ സർക്കാരിൻ്റെ വേട്ടയാടലാണ് എന്ന പിണറായി വിജയൻ്റെയും CPM-ന്റെയും വാദം പാടെ പൊളിഞ്ഞിരിക്കുന്നു. ഇനി ആ വാദം ഉയർത്താൻ കഴിയില്ല. ഈ ഘട്ടത്തിൽ CPM ഔദ്യോഗികമായി ഇനിയെങ്കിലും അവർ നേരത്തെ പറഞ്ഞ കാര്യം പിൻവലിക്കാൻ തയ്യാറാകുമോ എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ ചോദിക്കാനുള്ളത്. ഈ വിഷയത്തിൽ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്ന എക്സാലോജിക്കിന്റെ ഹർജി തള്ളിയ ഈ സംഭവത്തിൽ ഷോൺ ജോർജും പ്രതികരണം അറിയിക്കുന്നത് ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്യുന്നു എന്ന് തന്നെയാണ്. ഏറ്റവും കൃത്യമായ ഒരു ഉത്തരവല്ലേ അതിനുള്ള ഏറ്റവും കാരണം അവിടെ പരാതിക്കാരനായി ഷോൺ ജോർജ് പോലും കർണാടക ഹൈക്കോടതിയിലില്ല. അവിടെ പരാതിക്കാരി വീണ വിജയനാണ്, വീണ വിജയൻ്റെ കമ്പനിയാണ്. അവിടെ എതിർകക്ഷി എന്ന് പറയുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ്. അപ്പോൾ അവിടെ രാഷ്ട്രീയപരമായ ഒരു ഇടപെടലും, പ്രത്യേകിച്ച് കോടതിയിൽ മാത്രം നടന്നൊരു കാര്യം, ഒരു പരാതിക്കാരൻ പോലും ഒരു രാഷ്ട്രീയക്കാരൻ അവിടെ ഇല്ല. വീണ വിജയനെതിരായ ആരോപണം വന്നപ്പോൾ തുടക്കം മുതൽ തന്നെ പ്രതിരോധിക്കാൻ ഇറങ്ങിയതാണ് പാർട്ടിയും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും. എന്നാൽ ഇന്ന് SFI അന്വേഷണം തുടരാമെന്ന കർണാടക ഹൈക്കോടതി വിധി വന്നപ്പോൾ പ്രതികരണം കുറച്ചു വാക്കുകളിലേക്ക് ഒതുക്കി. ഹർജി തള്ളിയതിൽ മറുപടി പറയേണ്ട കാര്യമില്ല എന്നാണ് MV ഗോവിന്ദന്റെ ഇന്നത്തെ പ്രതികരണം. അതിന് ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ല. അതൊരു കേസ് അതുപോലെ കമ്പനി ഇല്ല, അത് പിണറായിയായിട്ട് ബന്ധപ്പെടുമ്പോൾ മാത്രമേ ഉള്ളൂ. എത്രയോ മിനിറ്റുകൾ സംസാരിച്ചതിൽ നിന്ന് പ്രതികരിച്ചതിൽ നിന്നാണ് ഈ നിലയിലേക്ക് പ്രതികരണം ഒതുങ്ങുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ ഹർജി തള്ളിയ സംഭവത്തിൽ കോടതി പറയുന്നത് നടക്കട്ടെ, അല്ലാതെ എന്തു പറയാനെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും പ്രതികരിച്ചത്. മുഖ്യമന്ത്രിക്ക് മകളുടെതിരായ കേസ് തള്ളിയിട്ടുണ്ട്, അന്വേഷണമാകാം കേന്ദ്രത്തിന് എന്നാണ് കോടതി പറയുന്നത്. കോടതി പറയുന്നത് നടക്കട്ടെ, അല്ല നമുക്ക് വേറെ പറയാൻ പറ്റുക. അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനം ഉയർത്തുകയാണ് കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ. എക്സാലോജിക് ഹർജി പരിഗണിക്കുമ്പോൾ മുഖ്യമന്ത്രി കക്ഷിയല്ലാത്ത കേസിൽ എന്തിനാണ് സർക്കാരിന്റെ നിയമവിദഗ്ധർ ബാംഗ്ലൂരു സന്ദർശിച്ചത് എന്നാണ് ചോദിക്കുന്നത്. കാനഡയിലെ കമ്പനി തുടങ്ങാൻ മുഖ്യമന്ത്രിയുടെ മകൾ അമ്മയുടെ പെൻഷൻ പണം ആണോ വിനിയോഗിച്ചത് എന്നും V മുരളീധരൻ ചോദിക്കും. മുഖ്യമന്ത്രിയുടെ മകളാണ് ഈ കേസിലെ ഒരു കക്ഷി, മുഖ്യമന്ത്രിയല്ല. അപ്പോൾ മുഖ്യമന്ത്രി കക്ഷിയല്ലെങ്കിൽ എന്തിന് സർക്കാരിലെ നിയമവിദഗ്ധർ ബാംഗ്ലൂരിൽ സന്ദർശിക്കാൻ ഈ സമയം തിരഞ്ഞെടുത്തു എന്നുള്ളത് പല ദുരൂഹതകളുടെ കൂട്ടത്തിലൊരു ദുരൂഹതയായിട്ട് നിൽക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ കാനഡയിൽ ഒരു പുതിയ കമ്പനി തുടങ്ങിയിരിക്കുന്നു. ആ കമ്പനിയുടെ മുടക്കുമുതൽ എന്താണ്, അവിടെ നിന്നുള്ള പണം എവിടുന്ന് വന്നതാണ്, അതും അമ്മയ്ക്ക് പെൻഷൻ പറ്റിയപ്പോൾ കിട്ടിയ പണം കൊടുത്തിട്ട് തുടങ്ങിയതാണോ? ഇതുപോലെയുള്ള നിരവധി ദുരൂഹതകൾ ഈ കാര്യത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത പ്രതികരണം K സുരേന്ദ്രൻ്റേതാണ്. അന്വേഷണവുമായി മുഖ്യമന്ത്രിയും മകളും ഇനിയെങ്കിലും സഹകരിക്കണമെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്. മുഖ്യമന്ത്രിക്ക് കവചം സൃഷ്ടിച്ച MV ഗോവിന്ദൻ മാപ്പ് പറയണമെന്നും K സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ധാർമ്മികതയുടെ ഒരു അംശമെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും മുഖ്യമന്ത്രിയും മകളും
ഈ കേസുമായിട്ട് സഹകരിച്ച് സത്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. നിരപരാധിത്വം തെളിയിക്കേണ്ടത് കോടതിയിലാണ്, അന്വേഷണത്തിലൂടെയാണ്, പാർട്ടിയല്ല. ശ്രീ എം വി ഗോവിന്ദനെ പോലുള്ള ആളുകൾ CPIM പോലുള്ളൊരു പാർട്ടി അതിൻ്റെ ആശയങ്ങളിൽ നിന്നെല്ലാം വ്യതിചലിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി വാദമുഖങ്ങളുമായി രംഗത്ത് വന്നത്. ഈ കോടതിയുടെ വിധിയോടുകൂടി എം വി ഗോവിന്ദനും മാപ്പ് പറയേണ്ടതാണ്.